ഹായ് മക്കളെ, സുഖമല്ലേ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ആ വലിയൊരു വിശേഷമാണ് ഉള്ളത് അല്ലേ? നാളെയാണ് നമ്മുടെ USS എക്സാം അഥവാ CM കിഡ്സ് എക്സാം അല്ലേ? നിങ്ങളെല്ലാവരും എല്ലാ പാഠഭാഗവും വൃത്തിയായി പഠിച്ചിട്ടുണ്ടെന്നറിയാം. ഇനി ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക എന്നുള്ളതാണ് അല്ലേ? നമുക്കറിയാലോ, 60 മാർക്കാണ് നമുക്ക് 100-ൽ വാങ്ങേണ്ടത് അല്ലേ? അതിൽ 15 ചോദ്യങ്ങളാണ് ഉറുദുവിൽ നിന്നുള്ളത്. ഈ 15-ൽ 15 മാർക്കും നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിലോ ബാക്കി വെറും 45 മാർക്ക് മാത്രമേ നമുക്ക് വാങ്ങേണ്ട ആവശ്യമുള്ളൂ അല്ലേ? അപ്പം നമുക്ക് ഉറുദുവിൽ ചെയ്യേണ്ടത് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സഹായിക്കാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് വേഗം നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. നോക്കൂ, ആദ്യത്തെ ചോദ്യം എന്താ നോക്കാം. ലാൽ കില്ല ദില്ലി മേ ഹേ, താജ്മഹൽ കഹാ ഹേ? ലാൽ കില്ല ചെങ്കോട്ട ദില്ലിയിലാണ്. അങ്ങനെയാണെങ്കിൽ താജ്മഹൽ എവിടെയാണുള്ളത്? ഓപ്ഷൻ എ മൈസൂർ, ഓപ്ഷൻ ബി ദില്ലി, ഓപ്ഷൻ സി ആഗ്ര, ഓപ്ഷൻ ഡി ഹൈദരാബാദ്. എവിടെയാണ്? എവിടെയാണ്? ആഗ്രയിലാണ് അല്ലേ? നമുക്കറിയാം ആഗ്രയിലാണ് താജ്മഹൽ ഉള്ളത്. ഇനി ലാൽ കില്ലയാണെങ്കിലോ ദില്ലിയിലാണ്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കൂ. രണ്ടാമത്തെ ഇതാണ്. കൗമി യൗമേ ഉറുദു കിസ്കി യാദുമേ മനാത്തേ ഹെ? കൗമി യൗമേ ഉറുദു, ഇതിൻ്റെ അർത്ഥമൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ CM കിഡ്സ് എക്സാമിനാണ് പോകുന്നത് അല്ലേ? അപ്പം നമ്മൾ അത്രയും നല്ല ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥമൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എങ്കിലും നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. ദേശീയ ഉറുദു ദിനം ആരുടെ ഓർമ്മയിലാണ് നടത്തുന്നത്, അല്ലെങ്കിൽ ആരുടെ ഓർമ്മയിലാണ് നമ്മൾ ആഘോഷിക്കുന്നത്? ഇക്ബാൽ, സർവർ, ഷഹരിയാർ, ഓലിബ്. ഇക്ബാലാണോ? അല്ല. ആരാണ്? ഓലിബാണ് അല്ലേ? കാരണം ഇവിടെ കൗമി യൗമേ ഉറുദു ആണ് ഉള്ളത്. അതേസമയം ആലമി യൗമേ ഉറുദു ആണെങ്കിലാണ് അത് എന്ത് വരിക? ഇക്ബാൽ. ഓക്കെ, ഓലിബിൻ്റെ യൗമേ വഫാത്താണ് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? കൗമി യൗമേ ഉറുദു ആയിട്ട് ആചരിക്കുന്നത്. ഇനി ഇക്ബാലിൻ്റെ യൗമേ പൈദായിഷാണ്, അല്ലെങ്കിൽ ജന്മദിനമാണ് എന്തായിട്ട് ആചരിക്കുക നമ്മൾ? ആലമി യൗമേ ഉറുദു ആയിട്ട് ആചരിക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇനി ഇത് എപ്പോഴാണുള്ളത്? കൗമി യൗമേ ഉറുദു ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ, ഈ മാസമായിരുന്നു, ഫെബ്രുവരി 15 അല്ലേ? ഫെബ്രുവരി 15. ഇനിയിപ്പോൾ ആലമി യൗമേ ഉറുദു ആണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണ്? ആലമി യൗമേ ഉറുദു ആണെന്നുണ്ടെങ്കിൽ നമുക്കതറിയാം, നവംബർ 9 അല്ലേ? അപ്പം നമുക്കതൊക്കെ അറിയുന്നവരാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. നോക്കൂ, കൗമി ജണ്ട കി ബാരേമി സ്വഹീഹ് ജുംല കോൺസാ ഹെ? എന്താ പറഞ്ഞത്? ഇതിപ്പോഴത്തെ മോഡലാണ് കേട്ടോ ഇങ്ങനെ ചോദിക്കുന്നത്. കൗമി ജണ്ടയെക്കുറിച്ചുള്ള ശരിയായ ജുംല ഏതാണ്? ഇനിയിപ്പോൾ ഈ ജുംലയ്ക്ക് പകരമായിട്ട് സ്വഹീഹ് ബയാൻ എന്ന് പറയാം. ഓക്കെ, സ്വഹീഹ് ബയാൻ കോൺസാഹെ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ദറസ്ത് കോൺസാഹെ എന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ആ ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, ഊപ്പർ കാ രംഗ് നീലാ ഹേ, नीचे का रंग सफ़ेद है, बेच में सफ़ेद है, അശോക് ചക്ര കാ രംഗ് ഹരാ ഹേ? ഏതാ? നമുക്കറിയാം, ബേച്ച് മേ സഫേദ് ഹേ, നടുവിലെ വെള്ളയാണ്. ഇതിലെന്താ പറഞ്ഞത്? മുകളിലത്തെ നിറം നീലയാണ്. ശരിയാണോ? അല്ല, ഇത് തെറ്റാണ് അല്ലേ? നീച്ചേക്കാ രംഗ് സഫേദ് ഹേ, താഴത്തെ നിറം പച്ചയാണോ? അല്ല, സോറി, വെള്ളയാണോ? അല്ല, തെറ്റാണ് അല്ലേ? ഇനി അശോക ചക്രത്തിൻ്റെ നിറം പച്ചയാണോ? അല്ല, നീലയാണ്. അപ്പോൾ ഇത് തെറ്റാണ്, ഇത് മാത്രമാണ് ശരി. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബബിൾ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാലോ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഇവിടെ മുഴുവനും കൊടുക്കണം കേട്ടോ. ഒരിക്കലും എന്ത് ചെയ്യരുത്? ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇടുക, അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് പോകും. ഫുള്ളായിട്ട് ആ റൗണ്ട് മുഴുവനും നമ്മൾ എന്ത് ചെയ്യണം? നന്നായി ബബിൾ ചെയ്യുക, കറുപ്പിക്കുക. ഇനിയിപ്പോൾ നമ്മൾ 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ആദ്യം നമ്മൾ ഒന്നിൽ ചെയ്തു, എന്നിട്ട് അടുത്തതാണ് എന്ന് പറഞ്ഞ് അതിൽ പോയി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഓർത്ത് കൃത്യപ്പെടുത്തിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ അടുത്ത സവാൽ നോക്കാം. അടുത്ത് നോക്കൂ, സ്വഹീഹ് ജുംല ചുൻ കരോ അല്ലേ? സ്വഹീഹ് ജുംല, ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ ശരിയായ ജുംല, വാചകം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. നോക്കുക, തും കോൻ ഹേ, മേ രാജു ഹോ, ലഡ്കിയാ പഠിത്തി ഹേ, ലഡ്കെ പഠിത്തേ ഹേ? ഇതിലേതാണ് ശരി? ഇതിൽ ഓപ്ഷൻ സി ആണ് ശരി. കാരണം എന്താണ്? ലഡ്കിയാ പഠിത്തി ഹേ,
ലഡ്കിയാം പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഹേയിൽ തന്നെയാണ് അവസാനിക്കേണ്ടത് അല്ലേ. ഇതും ശരിയാണ്. പടുത്തി. ഇനി ഇവിടെ നോക്കൂ, ലഡ്കെ പടുത്തേ, ആൺകുട്ടികൾ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ വരേണ്ടത് ഈ ഹേമാണ് അല്ലേ. ഈ ഹേ ആണ് വരേണ്ടത്. മേ രാജു എന്ന് പറയുമ്പോൾ ഇവിടെ വരേണ്ടത് ഹും ആണ്, ഹോയല്ല. ഇനി തുമ്മിലാണ് തുടങ്ങുന്നതെങ്കിലോ തും കോൻ ഹോയാണ് വരിക. മനസ്സിലായോ? തുമ്മിലുള്ളത് എപ്പോഴും ഹോയിലാണ് അവസാനിക്കുക, മേയിലുള്ളത് എപ്പോഴും ഹൂ. അതുപോലെ തന്നെ ഈ ബഹുവചനങ്ങൾ വരുമ്പോൾ ഈ ഹേയിൽ തന്നെ അവസാനിക്കണം. ഇനിയിപ്പോൾ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ അതിന് മുന്നുള്ളതിൽ എന്തായിരിക്കും? തേ എന്നുള്ളത് വരും. പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ അത് തീ എന്നുള്ളതിൽ വരും. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ഓക്കെ. ഇനി അടുത്ത 5ാമത്തെ നോക്കൂ. ഇസ്മേ കോൻ സാ മുനാസിബ് നഹി ഹേ. എന്താണ് ചോദിച്ചത്? ഇതിലേതാണ് മുനാസിബ് അല്ലാത്തത്? ഇനിയിപ്പോൾ മുനാസിബ് നെഹി എന്ന് പകരം നാ മുനാസിബ് എന്നും ചോദിക്കാം. ഓക്കെ, രണ്ടിൻ്റെ അർത്ഥം ഒന്നാണ്. നാ മുനാസിബ് എന്ന് പറഞ്ഞാലും മുനാസിബ് നെഹി ഹേ എന്ന് പറഞ്ഞാലും ഒന്നാണ്. ഷേർ, ഹാത്തി, ഗായേ, ബാലു. ആരാണ്? നമുക്കറിയാം ഗായയാണ്. കാരണം ഗായെ ഒരു പാൽത്തു ജാൻവറാണ് അല്ലേ. ഗായെ ഒരു പാൽത്തു ജാൻവറാണ്. മറ്റേതൊക്കെ ജംഗ്ലി ജാൻവറാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ലബ്സ് തർക്കാരി കാ മുത്തറാദിഫ് ലബ്സ് കോൻ സാഹിം. തർക്കാരി എന്നുള്ള വാക്കിൻ്റെ സമാന പദം ഏതാണ്? കരേല, സിഹത്ത്, സബ്സി, ടമാറ്റർ. ഇതിലേതാണ് വരിക? ഓപ്ഷൻ സി സബ്സിയാണ് യഥാർത്ഥ ഉത്തരം അല്ലേ. കാരണം തർക്കാരി എന്ന് പറഞ്ഞാലും സബ്സി എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. ഇനി കരേല എന്താ? കരേല കയ്പ്പയ്ക്കയാണ്. ടമാറ്റർ തക്കാളിയാണ്. കരേലയും ടമാറ്ററും ഒക്കെ തന്നെ തർക്കാരിയാണ്. പക്ഷെ അതിൽ പോയി നമ്മൾ ചാടിക്കയറി ഉത്തരം രേഖപ്പെടുത്താൻ പറ്റുമോ? പറ്റില്ല. പിന്നെ ആരോഗ്യമുണ്ടാവും അല്ലേ, സിഹത്ത് ഉണ്ടാവുന്നുണ്ട് തർക്കാരിയൊക്കെ കഴിക്കുന്നത് കൊണ്ട്. അപ്പം നമ്മൾ ഓപ്ഷൻസും ചോദ്യവും ഒക്കെ കൃത്യമായി വായിക്കുക. ഓക്കെ. ഇനി 7ാമത്തെ ചോദ്യം നോക്കൂ. 7ാമത്തേതാണ്, താജ്മഹൽ ഏക്ക് ഡാഷ് ഹേ. താജ്മഹൽ ഏക്ക് ഡാഷ് ഹേ. ഇനി നോക്കൂ, തഫ്രീഹി മക്കാം, ജഗ, ഷഹർ, താരീഖി ഇമാരത്ത്. എന്താണ്? തഫ്രീഹി മക്കാം വിനോദസഞ്ചാര മേഖല, ജഗ സ്ഥലം, ഷഹർ പട്ടണം, താരീഖി ഇമാരത്ത് അഥവാ ചരിത്ര സ്മാരകം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. താരീഖി ഇമാരത്ത് ചരിത്ര സ്മാരകം, തഫ്രീഹി മക്കാം എന്ന് പറഞ്ഞാൽ വിനോദസഞ്ചാര മേഖലകൾ. അപ്പോൾ അത് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ മൈസൂർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു തഫ്രീഹി മക്കാമാണ്. ഓക്കെ. ഈ താജ്മഹൽ എന്താ? ഒരു ചരിത്ര സ്മാരകമാണ്. അപ്പം നമ്മൾ അത് രണ്ടും മറക്കാൻ പാടില്ല, ഓർത്ത് വെക്കണം. ഓക്കെ. ഇനി അടുത്തത് നോക്കുക. 8ാമത്തേത്, ഹമേ കോൻ ജനം ദേത്തി ഹേ അല്ലേ. ആരാണ് നമുക്ക് ജന്മം നൽകുന്നത്? അബ്ബ, അമ്മി, ദാദാ, ദാദി. ആരാണ് നമ്മളെ പ്രസവിക്കുന്നത്? നമുക്കറിയാം അമ്മയാണ് അല്ലേ. അപ്പോൾ അതാണ് ഉത്തരം. ഇനി അടുത്തത്, കേരളസേ മുത്തഅല്ലുക മുനാസിബ് ജുംല കോൻ സാ ഹേ. കേരളവുമായി ബന്ധപ്പെട്ട മുനാസിബ് ജുംല ഏതാണെന്നാണ് ചോദ്യം. നോക്കൂ, കേരള ഹമാര റിയാസത്ത് ഹേ, കേരള की यौम पैदाइश नवंबर 1 है, केरल हमारा वतन है, കേരള ഹുദാ की अपनी बस्ती नहीं है. ഇനി ഇതിൽ ഓപ്ഷൻസ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കണേ? ഈ സബ് സഹീ ഹേ, ഇസ്മേ സബ് ഓലത്ത് ഹേ എന്നാണ് ബി കൊടുത്തിട്ടുള്ളത്. സിർഫ് ഏക് ഓർ തീൻ സഹീ ഹേ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അടുത്തതിൽ പറഞ്ഞിട്ടുണ്ട് സിർഫ് ഏക് ഓർ ദോ സഹീ ഹേ. ആദ്യം ഇതിൻ്റെ ഓപ്ഷൻസ് പരിശോധിച്ച് നോക്കാമല്ലേ. 1ാമത്തെ, കേരളം നമ്മുടെ സംസ്ഥാനമാണ്. ശരിയാണ്. അപ്പം അത് ശരിയാണ്. കേരള की यौम पैदाइश നവംബർ 1 അതും ശരിയാണ്. കേരളം നമ്മുടെ രാജ്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3ാമത്തെ, അത് തെറ്റ്. അപ്പോൾ കേരള ഹുദാ की अपनी ബസ്തി അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും തെറ്റ്. അപ്പോൾ 1ഉം 2ഉം മാത്രമാണ് ശരി. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് ശരി? ഓപ്ഷൻ ഡി. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വയ്ക്കുക. ഇങ്ങനെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി 10ാമത്തെ സവാൽ, ഹം കാൻ സേ സുൻതേ ഹേ, ഡാഷ് സേ ചൽത്തേ ഹേ. കാൻ ചെവി കൊണ്ട് കേൾക്കുന്നു, ഡാഷ് കൊണ്ട് നടക്കുന്നു. നാക്ക്, ആങ്ക്, പേർ, ഹാത്ത്. ഏതാണ്? പേരാണ് അല്ലേ. നമുക്കറിയാം കാലുകൾ. ഇനിയിപ്പോൾ ആങ്ക് കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ ദേക്ക് തേഹ് എന്നാണ് വരിക. നാക്ക് കൊണ്ടാണെന്നുണ്ടെങ്കിൽ സൂങ്ക് തേഹ് എന്നാണ് വരിക, ശ്വസിക്കുന്നു അല്ലെങ്കിൽ മണക്കുന്നു എന്നുള്ള അർത്ഥം. ഇപ്പോൾ ഹാത്ത് കൊണ്ടാണെങ്കിൽ കാം കർത്തേഹേ അല്ലേ, അങ്ങനെയാണ് വരിക.
അപ്പോൾ അത് നമ്മൾ പഠിച്ചു വയ്ക്കുക. ഇതൊക്കെ ജിസ്മ് കെ അജ്സാകളാണ് അല്ലേ, അവയവങ്ങളാണ്. ഇതൊക്കെ ജിസ്മിലെ അവയവങ്ങളാണ്. ഇനി 11ാമത്തെ ചോദ്യം. യൗമെ ജംഹൂരിയ കബ് മനായ ജാത്താ ഹെ. റിപ്പബ്ലിക് ദിനം എപ്പോഴാണ് ആഘോഷിക്കുന്നത്? എപ്പോഴാണ്? നമുക്കറിയാം ജനുവരി 26-നാണ് അല്ലേ, ജനുവരി 26-നാണ്. ഓഗസ്റ്റ് 15-നാണെന്നുണ്ടെങ്കിൽ യൗമെ ആസാദി ആണ്. അതുപോലെ തന്നെ നവംബർ 1-ന് കേരള കി പൈദായിഷി ദിനാണ്. അതുപോലെ തന്നെ മെയ് 1-ന് യൗമെ മസ്ദൂരിയാണ്. ഇതൊക്കെ നമുക്കറിയാം, ഇതൊക്കെ അറിയുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് വായിക്കുക. ഇനി 12ാമത്തെ ചോദ്യം നോക്കാം. കേരളമേ മെട്രോ കഹാ ഹെ. കേരളത്തിലെ മെട്രോ എവിടെയാണുള്ളത്? ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി ആലപ്പുഴ, ഓപ്ഷൻ ഡി എറണാകുളം. എവിടെയാണ്? എറണാകുളത്താണ്. നമുക്കറിയാമല്ലോ അല്ലേ, എറണാകുളത്ത് കൊച്ചിയിലൊക്കെയാണ് അല്ലേ, നമുക്കറിയാം. ഇനി അടുത്ത നോക്കൂ, 13ാമത്തേത്. പാനി സേ മുതഅല്ലിഖ് സൊഹീഹ് ജുംല കോൻ സാ ഹെ. വെള്ളവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ ജുംല ഏതാണ്, അല്ലെങ്കിൽ ശരിയായ പ്രസ്താവന ഏതാണ്? പാനി അൻമൂൽ ഹെ അല്ലേ, പാനി അൻമൂൽ ഹെ. അത് ശരിയാണ്, നമുക്കറിയാം അല്ലേ. നമുക്ക് അപ്പം തന്നെ ടിക്ക് ചെയ്ത് പോവാം. നോക്കൂ, പാനി കേത്തി കേലിയെ ജറൂറത്ത് നെഹി ഹെ. എന്താ പറഞ്ഞത്? പാനി കൃഷിക്ക് അത്യാവശ്യമല്ല, ആവശ്യമല്ല. ജാൻവർ പാനി നെഹി പീത്തേ ഹെ. എന്താ പറഞ്ഞത്? ജാൻവറോം കേട്ടോ, ജാൻവറോം പാനി നെഹി പീത്തേ ഹെ, കുടിക്കുന്നില്ല എന്ന്. പാനി സോയ് നെഹി കർനാ ഹെ. എന്താ പറഞ്ഞത്? വെള്ളം പാഴാക്കരുത്. അപ്പോൾ ഇത് ശരിയാണ്, ഇത് തെറ്റാണ് അല്ലേ. വെള്ളം കുടിക്കുന്നില്ല പറഞ്ഞത് തെറ്റല്ലേ. ഇനി ഇതും തെറ്റാണ്, ഇത് ശരിയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഓപ്ഷൻ ആയിരിക്കും ഇതിൽ ശരി. എവിടെയാണ് അതുള്ളത്? ഇതാ ഇവിടെയുണ്ട് അല്ലേ, 1ഉം 4ഉം. അപ്പോൾ ഇത് ഓപ്ഷൻ സി ആണ് അല്ലേ, ഓപ്ഷൻ സി 1ഉം 4ഉം ആണ്. ബാക്കി നമുക്ക് നോക്കേണ്ട ആവശ്യം വരുന്നില്ല, ഉണ്ടോ? വരുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ഉത്തരം. ഇനി അടുത്തത് നോക്കാം, 14ാമത്തേത്. വീണ്ടും അതേ മോഡലുള്ള ചോദ്യമാണ്. സഹീഹ് ജുംല കോൻ സാ ഹെ. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ ശരിയായ ജുംല ഏതാണ്? കിസാൻ സ്കൂൾ മേ കാം കർത്തേ ഹെ. കൃഷിക്കാരൻ സ്കൂളിൽ ജോലി ചെയ്യുന്നു. ഡോക്ടർ ബീമാറോ കോ ഇലാജ് കർത്താ ഹെ. ഡോക്ടർ എന്ത് ചെയ്യുന്നു? ബീമാർ രോഗികളെ ചികിത്സിക്കുന്നു. ഉസ്താദ് കേത്ത് മേ കാം കർത്താ ഹെ. ഉസ്താദ് കേത്തിൽ ജോലി ചെയ്യുന്നു. കുംഹാർ സോനെ കി സേവർ ബനാത്താ ഹെ. എന്നുവെച്ചാൽ മൺപാത്രക്കാരൻ സ്വർണത്തിൻ്റെ ആഭരണം ഉണ്ടാക്കുന്നു. ഇതിലേതാണ് ശരി? നമുക്കറിയാം, ഓപ്ഷൻ ബി ആണ് അല്ലേ. അടുത്തത്, ഇസ് സാൽ കാ റിയാസത്തി കലോത്സവ് കിസ് ജില്ല മേ ഹുവാ ഹെ. ഈ വർഷത്തെ റിയാസത്തി കലോത്സവം എവിടെയാണ് നടന്നത്? പാലക്കാട്, കണ്ണൂർ, തൃശ്ശൂർ, ഇടുക്കി. എവിടെയാണ്? നമുക്കറിയാം, തൃശ്ശൂരിലാണ്. അപ്പോൾ 15 ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ആദ്യത്തെ സെറ്റ് ഇവിടെ നിർത്തുകയാണ്. ഇനി ഒരു 2 സെറ്റും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. ഇനി സെറ്റ് 2-ലെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഹമാവാസ് ലഫ്സ് കാ മുനാസിബ് ജോഡ് ഹേ. എന്താ ചോദിച്ചിരിക്കുന്നത്? ഹമാവാസ് ലഫ്സിൻ്റെ മുനാസിബ് ജോഡാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. താരേ സഹാറ, ചമൻ അമാൻ, സാരി പ്യാര, ന്യാര പ്യാര. യഥാർത്ഥ ഉത്തരം നമുക്കറിയാം, ന്യാര പ്യാര ആണ് അല്ലേ. ഇനി അടുത്തത്, താജ്മഹൽ ആഗ്ര മേ വാക്യ ഹെ, ലാൽ കില്ല കഹാ വാക്യ ഹെ. ഹൈദരാബാദ്, മൈസൂർ, ദില്ലി, ആഗ്ര. നമുക്കറിയാം ദില്ലിയിലാണ്. ഈ ഹൈദരാബാദിലുള്ളത് ചാർമിനാർ ആണ്. മൈസൂർ പാലസ് ആണ് മൈസൂരിലുള്ളത്. ദില്ലിയിൽ കുറേ സംഭവങ്ങളുണ്ട് അല്ലേ, ലാൽ കില്ലയുണ്ട്, അതുപോലെ തന്നെ കുത്തുബ് മീനാറുണ്ട്, പിന്നെ ബിർള മന്ദിർ ഉണ്ട്. ഇനി ആഗ്രയിലാണെങ്കിൽ താജ്മഹലാണ് ഉള്ളത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇനി ആലമി യൗമെ ഉറുദു കിസ്കി യാദ് മേ ഹെ. ആലമി യൗമെ ഉറുദു നമുക്കറിയാം, ഇഖ്ബാലിൻ്റെ ജന്മദിനമാണ്. ഷഹരിയാർ ആരാണ്? ഷഹരിയാർ ഒരു ജ്ഞാനപീഠ അവാർഡ് കിട്ടിയ കവിയാണ്. ഓലിബ് ആരാണ്? ഓലിബ് നമുക്കറിയാമല്ലോ അല്ലേ. ഓലിബിൻ്റെ ഇതിലാണ് നമ്മൾ കൗമി യൗമി ഉറുദു ആചരിക്കുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി സർവർ ആണെങ്കിൽ കേരളത്തിലെ കവിയാണ്. കേരളക്ക ഉറുദു ഷായറാണ് സർവർ. അപ്പോൾ ഈ പേരുകൾ നമ്മൾ ഓർത്തു വയ്ക്കണം. ഇനി കോൺസാ ലബ്സ് ഗ്രൂപ്പ് മേ നാ മുനാസിബ് ഹേ. ഇതിൽ ഏത് വാക്കാണ് ഗ്രൂപ്പിൽ നാ മുനാസിബ് എന്നാണ് ചോദ്യം. മിർച്ച്, ബേഖൻ, ചമീലി, ആലു. നമുക്കറിയാം ചമീലിയാണ്. ബാക്കിയെല്ലാം തർക്കാരികളാണ്. ചമീലി മാത്രം ഒരു പൂലാണ്. ഓക്കെ. യൗമെ ഇത്തിഫാൽ കബ് മനായ ജാത്താ ഹെ. യൗമെ ഇത്തിഫാൽ എപ്പോഴാണ് ആഘോഷിക്കുന്നത്? നവംബർ 14, ഓഗസ്റ്റ് 14, ജൂൺ 14,
ജനുവരി 14. നമുക്കറിയാം നവംബർ 14 യൗമെ ഇത്തിഫാൽ അഥവാ ബച്ചോം കാ ദിൻ. ചാച്ചാജിയുടെ ജന്മദിനമാണ് യൗമെ ഇത്തിഫാലായിട്ട് ആചരിക്കുന്നത്. ഇനി ലഫ്സ് പേഷ സെ മുനാസിബ് ജുംല ചുൻ ലീജിയെ. ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുനാസിബ് ജുംല നമ്മൾ എന്ത് ചെയ്യണം? തിരഞ്ഞെടുത്ത് എഴുതണം. നോക്കൂ, ദർസി ബാ മേ കാം കർത്താ ഹേ. ദർസി ടൈലർ ബാ അഥവാ തോട്ടത്തിൽ പണിയെടുക്കുന്നു. സനാർ ലോഹേക്ക ആല ബനാത്താഹെ. സ്വർണ്ണപ്പണിക്കാരൻ ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുന്നു. ഡോക്ടർ മരീസോങ്കു ഇലാജ് കർത്താഹെ. ഡോക്ടർ രോഗികളെ ചികിത്സിക്കുന്നു. കുംഹാർ കപ്പടെ സുൽത്താഹെ. പിന്നെന്താണ്? മൺപാത്രക്കാരൻ തുണികൾ നെയ്യുന്നു. അപ്പോൾ നമുക്കിതിലറിയാം ഇതാണ് ഓപ്ഷൻ സി ആണ് യഥാർത്ഥ ഉത്തരം എന്നുള്ളത്. ഇനി ഇതിൽ ചോദ്യത്തിൽ ഒരു ചെറിയ മിസ്റ്റേക്കാണ്. ജവാബ് ബില്ലി അല്ല, ജവാബ് ഹാത്തി ഹോനെ വാലെ പഹേലി കോൺസാഹെ എന്നാണ്. ഏക് പരിന്ദ ഐസ ജിസ്കി ദം പർ പൈസ ബോലോ ബോലോ മേ കോൻ ഹും. ഇതാണ് ആദ്യത്തേത്. മേ ഏക് ജാൻവർ ഹും, മേ ഏക് ബഡാ ജാൻവർ ഹും, മുജെ ബഡാ സൂണ്ട് ഹേ, ബോലോ ബോലോ മേ കോൻ ഹും. അപ്പോൾ ഇതിലാണ് നമുക്ക് എന്തറിയാം? രണ്ടാമത്തതിലാണ് ഹാത്തി എന്നുള്ളത് വരുന്നത് അല്ലേ. ഹാത്തിയുടെ പ്രത്യേകതയാണ് ഈ സൂണ്ട് അഥവാ തുമ്പിക്കൈ എന്നുള്ളത്. അതുപോലെ തന്നെ ബഡാ ജാൻവറാണ്. അപ്പോൾ നമുക്കറിയാം ഇതാണ്. അപ്പോൾ സിർഫ് ദോ സഹീഹെ, ഇതാണ് ശരിയായത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും മാച്ചായത് ചെയ്യുക. ഓക്കെ, ഇനി നോക്കൂ എട്ടാമത്തേത് ഇതാണ്. സഹീഹ് കോൻ സാഹി, ശരിയായത് ഏതാണ്? പീർ കെ ബാദ് മംഗൾ ഹേ, മംഗൾ കെ ബാദ് ജുമാ ഹേ, ജുമാ കെ പഹലെ ഇത്വാർ ഹേ, ഹഫ്തേ മേ 8 ദിൻ ഹേ. എന്തൊക്കെയാണ് അർത്ഥങ്ങൾ? പീർ ഏതാ ദിവസം? തിങ്കളാഴ്ച അല്ലേ. തിങ്കളാഴ്ചയ്ക്ക് ശേഷം ചൊവ്വയാണ്. പിന്നെ മംഗൾ ചൊവ്വയ്ക്ക് ശേഷം വെള്ളിയാണ്. ജുമാ കെ പഹലെ അഥവാ വെള്ളിക്ക് മുന്ന് ഇതുവാർ ഞായറാണ്. ഹഫ്തയിൽ 8 ദിനുണ്ട് എന്ന്, 8 ദിവസമുണ്ട്. ഇതിലേതാണ് ശരി? അറിയാലോ അല്ലേ. ഓപ്ഷൻ സി അഥവാ പീർ കെ ബാദ് മംഗൾ ഹേ ആണ് ശരിയായത് വരിക. അപ്പോൾ ഈ ദിവസങ്ങൾ ഇത് പറഞ്ഞ ശേഷമാണെന്നുള്ളത്. കെ ബാദ് ശേഷം, കെ പഹലെ മുൻപ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുക. ഇനി 9ാമത്തെ കേരള സെ മുതാല്ലിഖ് മുനാസിബ് ജുംല കോൻസാ ഹെ. കേരളവുമായി ബന്ധപ്പെട്ട മുനാസിബ് ജുംല ഏതാണ്? കേരള എക് വതൻ ഹേ, കേരള മേ 14 ജില്ലേ ഹേ, കേരള ഹുദാ കി അപ്നി ബസ്തി ഹേ, കേരള മേ സമന്ദർ കാ സാഹിൽ നെഹി ഹേ. അപ്പം ഇതിൽ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം കേരള ഏക് വതൻ ഹേ തെറ്റാണ് അല്ലേ. ഇത് ശരിയാണ്. കേരളത്തിൽ 14 ജില്ലയാണുള്ളത്. കേരള ഹുദാ കി അപ്നി ബസ്തി ഹേ എന്നുള്ളതും ശരിയാണ്. ഇത് നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഓപ്ഷൻ ഡി 1ഉം 3ഉം ശരിയാണ് എന്നുള്ള ആ ഒരു ഓപ്ഷനാണ് ഇതിൽ ശരിയായി വരിക. ഈ സബ് സഹീഹ് എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാണെന്നാണ് അർത്ഥം. ഒലത്തെന്ന് പറഞ്ഞാൽ തെറ്റ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. ഇനി നോക്കൂ, മിർസ ഗാലിബ് കെ ബാരെ മേ സഹീഹ് ഹേ. മിർസ ഗാലിബ് ഉർദു ഷാഇർ ഹേ, സാരി ജഹാൻ സെ അച്ഛാ ഗാലിബ് की नज़्म है, कौमी यौम उर्दू ഗാലിബ് की याद में है, മിർസ ഗാലിബ് ആഗ്ര മേ പൈദാ ഹുയെ. ഇതിലേതാണ് ശരി? മിർസ ഗാലിബ് ഉർദു ഷാഇറാണ്, അത് ശരിയായ കാര്യമാണ്. സാരി ജഹാൻ സെ അച്ഛ എഴുതിയത് ഗാലിബാണോ? അല്ല, ഇക്ബാലാണ് എഴുതിയത്. കൗമി യൗമെ ഉർദു ഗാലിബ് കി യാദ് മേ ഹേ, അത് ശരിയാണ്. മിർസ ഗാലിബ് ആഗ്ര മേ പൈദാ ഹുയെ, അതും ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം 4ഉമാണ് ഇതിൽ ശരിയായത്. ഇനിയിപ്പോൾ ഇക്ബാലിനെ കുറിച്ച് വേണമെങ്കിൽ ഈ മോഡലിൽ തരാം. ഇക്ബാലാണ് സാരി ജഹാൻ സെ അച്ഛ എഴുതിയത്. അതുപോലെ തന്നെ ഇക്ബാൽ ഒരു ഉറുദു ഷാഇറാണ്. അല്ലെങ്കിൽ ആലമി യൗമെ ഉറുദു ആരുടെ പേരിലാണ്? ഇക്ബാൽ കി യാദ് മേ മനാത്തേ ഹേ. അതുപോലെ തന്നെ ഇക്ബാലാണെന്നുണ്ടെങ്കിൽ ജനിച്ചത് സിയാൽകോട്ടിലാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് തെറ്റിച്ച് തരാം, അതല്ലെങ്കിൽ എല്ലാം ശരിയായി തരാം. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുക. ഇവരുടെ മാത്രമല്ല, അതുപോലെ തന്നെ അബുൽ കലാം ആസാദിനെ കുറിച്ച് തരാം, ഗാന്ധിജിയെക്കുറിച്ച് തരാം, നെഹ്റുവിനെ കുറിച്ച് തരാം. അപ്പോൾ ഓരോ ഓപ്ഷനും നമ്മൾ വൃത്തിയായിട്ട് വായിക്കുക, മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഭഗത് സിംഗിനെ കുറിച്ച് തരാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് തരാം. അവരെയൊക്കെ കുറിച്ച് പറയുന്ന സമയത്ത് മുജാഹിദെ ആസാദി എന്നുള്ള സംഭവം നമ്മൾ ഓർത്തു വയ്ക്കുക, സ്വാതന്ത്ര്യ സമര സേനാനി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തു വയ്ക്കുക. ഗാന്ധിജിയെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ബാബായെ കൗമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി ജവഹർലാൽ നെഹ്റു ആണെന്നുണ്ടെങ്കിൽ പഹല വസീറെ അസമാണ്. മൗലാന അബുൽ കലാം ആസാദ് ആണെന്നുണ്ടെങ്കിൽ പഹല വസീറെ താലീമാണ്. അപ്പോൾ
നന്നായിട്ട് നമ്മൾ ഓരോ ഓപ്ഷനും കൃത്യമായി വായിക്കുക. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. 11ാമത്തെ ചോദ്യം ഇതാണ്. ലഫ്സ് തർക്കാരി സെ മുതഅല്ലിഖ് സഹീഹ് ജോഡി ഹേ. തർക്കാരിയുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി ഏതാണെന്നാണ്. ആം, സേബ്, അനാർ, അങ്കൂർ. ഇവിടെ ഓപ്ഷൻ വായിക്കണം. തർക്കാരിയാണ് കേട്ടോ. ആലു, ടമാറ്റർ, മിർച്ച്, ബേങ്കൻ. സംതര, അനാർ, അങ്കൂർ, ആലു. സേബ്, ആം, അങ്കൂർ, കേല. ഏതാണ് വരിക? ഇത് തന്നെയാണ് ഓപ്ഷൻ 2 അല്ലേ, രണ്ടാമത്തെയാണ്. നോക്കൂ. ഈ സബ് സൊഹീഹ് ഹേ. സിർഫ് 1ഉം 4ഉം, 1ഉം 4ഉം ശരിയാണ്. സിർഫ് 2 സൊഹീഹ് ഹേ. ഈ സബ് ഗലത്ത് ഹേ. ഇതെല്ലാം തെറ്റല്ല, അത് നമുക്കറിയാം. ഈ സബ് സൊഹീഹ് ഹേ അതും അല്ലേ, തെറ്റാണ്. ഇനി അടുത്തത് എന്താ? 1ഉം 4ഉം. 1ഉം 4ഉം നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്താണ്? പഴങ്ങളാണ്, പൽ ആണ് അല്ലേ, പഴങ്ങളുടെ പേരാണ്. തർക്കാരീൻ്റെ പേര് വന്നത് 2ൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം? വായിച്ച് നോക്കണം. ഇനി നോക്കുക 12ാമത്തേത്. കൗമി ജണ്ട കെ ബാരെ മേ സൊഹീഹ് ജുംല കോൻസാ ഹേ. കൗമി ജണ്ടയെക്കുറിച്ചുള്ള സൊഹീഹ് ജുംല ഏതാണ്? ഊപ്പർ കാ രംഗ് ഹരാ ഹേ, നീച്ചെ കാ രംഗ് ഹരാ ഹേ, ഊപ്പർ കാ രംഗ് നീലാ ഹേ, ദർമിയ കാ രംഗ് സഅഫറാനി ഹേ. നമുക്കറിയാം ഇത് തന്നെയാണ് ശരിയായത് അല്ലേ. നമ്മൾ ഊപ്പറിൽ ഏതാണ് നിറം? ഊപ്പറിലാണ് സഅഫറാനി വരുന്നത്. അതുപോലെ തന്നെ നീച്ചയാണ് ഹര വരുന്നത്, ബേച്ച്മയാണ് സഫേദ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഓരോന്നിനെയാണ് സൂചിപ്പിക്കുന്നത്. സഅഫറാനി ബഹാദുരിയെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സഫേദ് അമനാണ്. അടുത്തത് ഹൂഷ്ഹാലി അല്ലെങ്കിൽ ഹരിയാലിയൊക്കെയാണ് ഏത് സൂചിപ്പിക്കുന്നത്? നമ്മുടെ ഹര അല്ലെങ്കിൽ സബസ് പച്ചപ്പിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി 13ാമത്തെ. ഹം കാൻ സേ സുൻതേ ഹേ, ഹം നാക്ക് സേ എന്ത് ചെയ്യുന്നു? കാത്തേ ഹേ എന്നുവെച്ചാൽ കഴിക്കുന്നു, ചൽത്തേ ഹേ നടക്കുന്നു, ബോൽത്തേ ഹേ സംസാരിക്കുന്നു, സൂങ്ക്തേ ഹേ മണക്കുന്നു അല്ലെങ്കിൽ ശ്വസിക്കുന്നു അല്ലേ, സൂങ്ക്തേ ഹേ. ഇനി അടുത്തത്. ഗ്രൂഹ് മേ കോൺ സാ ജോഡ് സ്വഹീഹ് നെഹി ഹേ? ജാൻവർ ബക്കരി, ഫൽ കാജു, പൗൽ ആംല, തർക്കാരി ഗോപി. ജാൻവർ മൃഗം, ബക്കരി ആട്, അത് ശരിയാണ് അല്ലേ. പൽ കാജു പഴമാണ്. കാജു എന്താ? കാജു നമുക്കറിയാലോ, നമ്മുടെ എന്താണ്, കശുവണ്ടി അല്ലേ. ഇനി അടുത്തത്. പൂൽ ആംല, പൂവ്. ആംല എന്താ? ആംല നെല്ലിക്കയാണ്. ആംല നെല്ലിക്കയാണ് അല്ലേ, അപ്പോൾ അത് തെറ്റാണ്. ഇനി തർക്കാരി ഗോപി, പച്ചക്കറിയിൽ പെടുന്നതാണ് ഗോപി അഥവാ നമ്മുടെ ക്യാബേജ്. അപ്പോൾ ഇതാണിതിലെ ശരിയായ ഉത്തരം. ഓക്കെ, ചോദ്യം നോക്കണം. കോൺസ ജോഡ് സ്വഹീഹ് നെഹി ഹേ എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ സ്വഹീഹ് ജോഡാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാം സ്വഹീഹാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി ഉത്തരം ചെയ്യുക. ഇനി സ്വഹീഹ് ജുംല ചുൻ ലീജിയെ. സ്വഹീഹ് ജുംല ചുൻ ലീജിയെ. मैं उर्दू पढ़ता हूँ, लड़का उर्दू पढ़ती है, लड़के उर्दू पढ़ती है, लड़कियाँ उर्दू पढ़ती हैं, मैं उर्दू पढ़ता हूँ. എന്താ വരിക? നമുക്കറിയാം, നമ്മൾ മേ വന്നു കഴിഞ്ഞാൽ ഹും, മേ ഉറുദു പഠിത്താഹും ശരിയാണ് അല്ലേ. ലടുക്കെ ഉറുദു പഠിത്തീ ഹേ വരില്ലല്ലോ. വരണമെങ്കിൽ ഇവിടെ പഠിത്തേ ഹേ വരണം. പഠിത്തേ ഹേ പറഞ്ഞാൽ ഇത് ശരിയാവും. ലടുക്കിയാ ഉറുദു പഠിത്തീ ഹേ എന്നുള്ളത് ശരിയാണ്. മേ ഉറുദു പഠിത്ത ഹും ആണ് വരേണ്ടത്. അപ്പോൾ ഇതിൽ ശരിയായത് 1ഉം 3ഉം ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് ശരിയായ ഉത്തരം. ഇനി ഒരു സെറ്റും കൂടി നമുക്ക് നോക്കാം. നോക്കൂ. കേരളമേ കിത്തനി നദിയാ ഹേ എന്നാണ് ആദ്യത്തെ സവാല്. കേരളമേ കിത്തനി നദിയാ ഹേ നമുക്കറിയാം 44 അല്ലേ. ഇതെന്താ വായിക്കുക? ഇത് 34, ഇത് 24, ഇത് 14. 14 വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ജില്ലയാണെന്ന് ചോദിക്കണം. എത്ര ജില്ലയാണെന്ന് ചോദിച്ചാലാണ് 14 വരിക. അപ്പോൾ ഇതാണ് ശരിയായ ഉത്തരം. ഇനി അടുത്തത് നോക്കൂ. ഇൻമേ കേരള കെ പൈതാവർ നെഹി ഹേ. കേരളത്തിലെ പൈതാവർ അല്ലാത്തത് ഏതാണ്? കാജു, ചന, സുപാരി, നാരിയൽ. നമുക്കറിയാം ചനയാണ് അല്ലേ. ഇതിൽ ഓപ്ഷൻസ് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ഇതിൽ ശരിയായത്, ചന അല്ലേ. ചന എന്തല്ല? കേരളത്തിലെ പൈതാവർ അല്ല. നാരിയലും സുപ്പാരിയും കാജുവും ഒക്കെ കേരളത്തിലെ പൈതാവർ ആണ്. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം ചനയാണ്, കടല. അടുത്തത്. पहेली बूझिए। मैं एक खुशबूदार फूल हूँ, मेरा रंग गुलाबी है, मैं फूलों का राजा हूँ, मैं कौन कौन हूँ.
ഞാനൊരു മണമുള്ള പൂവാണ്. എൻ്റെ രംഗ് ഗുലാബിയാണ്. ഞാൻ പൂക്കളുടെ രാജാവാണ്. മേ കോൻ ഹും, ഞാനാര്. അപ്പോൾ പഹേലി എന്നുള്ളത് ഏതുമായി ബന്ധപ്പെട്ടും വരാം. നമ്മളതിൻ്റെ ഹുസൂസിയത്തുകൾ അഥവാ സവിശേഷതകൾ മനസ്സിലാക്കി വെക്കണം. നമുക്കറിയാം ഗുലാബാണ് അല്ലേ, ഗുലാബാണ്. ഇനിയിപ്പോൾ കവലിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചോദിക്കുക? മേക്ക് പൂൽഹും അല്ലേ, മേ പാനി മേ ഹേ, പിന്നെ അല്ലെങ്കിൽ മേ പാനി മേ ഹും, പിന്നെ മേ ഹിന്ദുസ്ഥാൻ കാ കൗമി പൂൽ ഹും. അങ്ങനെയായിരിക്കും ചോദിക്കുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി അടുത്തത് 4ാമത്തെ, ഹുദാ കി അപ്നി ബസ്തി കെ നാം പർ കോൺ സാ റിയാസത്ത് മഷ്ഹൂർ ഹേ. ഹുദാ കി അപ്നി ബസ്തി എന്നുള്ളതിൽ ഉള്ള പേരിൽ ഏത് റിയാസത്താണ് പ്രസിദ്ധം? തമിഴ്നാടു, കേരള, പഞ്ചാബ്, ഉത്തർപ്രദേശ്. നമുക്കറിയാം കേരളം അല്ലേ, കേരളയാണ്. ഇനി അടുത്തത്, ഫിക്ർ മത് കരോ ബേട്ടി കൽ മേരി ബേട്ടി ലത ആനെ വാലി ഹെ. യെ കിസ്നെ കഹാ? ആരാണിത് പറഞ്ഞത്? ഷാക്കിറ, ശർമാജി, ലതാക്കി അമ്മി. നമുക്കറിയാം ശർമാജിയാണ്. ഓക്കെ. ഇത് ഏത് പാഠഭാഗത്തിലെയാണ്? ദോസ്തി എന്നുള്ള പാഠഭാഗത്തിലെയാണ്. അപ്പോൾ നമ്മൾ ഓരോ പാഠഭാഗങ്ങളും നോക്കി വയ്ക്കുക. ഓരോ കഥയും അതിലെ കഥാപാത്രങ്ങളും നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ ഓരോ നസ്മുകളും അതിൻ്റെ നസ്മ നിഗാറുകളെയും നമ്മൾ ഓർത്ത് വെക്കണം. അപ്പോൾ അല്ലെങ്കിൽ ഷായിറുകൾ, നസ്മ നിഗാറല്ല കവി അല്ലേ, ഷായിറിനെയും നമ്മൾ ഓർത്ത് വെക്കുക. അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും. അതേപോലെ തന്നെ വരികൾ നമ്മൾ ഓർത്ത് വെക്കുക. ഓരോ കവിതയിലും വരികൾ ഓർത്ത് വെക്കുക. ഇത് ഏതിലത്തെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഓക്കെ. ഇനി 6ാമത്തെ ചോദ്യം നോക്കൂ. ഇൻമേ കഹാനി ദോസ്തി കെ കിർദാർ നെഹി ഹേ. ഇൻമേ കഹാനി ദോസ്തിയിലെ കിർദാർ അല്ലാത്തത്? ശർമാജി, നന്ദു, ഷാക്കിറ, ലത. ആരാണ്? നന്ദു ആണ്. നന്ദു ഏത് കഥയിലെയാണ്? ഗരം ഗരം ജിലേബിയിലാണ് അല്ലേ. ഗരം ഗരം ജിലേബിയിലാണ് നമ്മുടെ ആരുള്ളത്? നമ്മുടെ നന്ദു ഉള്ളത്. നന്ദു ഉണ്ട്, അതുപോലെ തന്നെ അപ്പു ഉണ്ട് അല്ലേ. അപ്പു അറിയാലോ. അതുപോലെ തന്നെ ജാനു ഉണ്ട്. ഇതൊക്കെ ഏത് കഥാപാത്രമാണ്? ഒരു ദുഖാൻദാറും ഉണ്ട്. ഇതെല്ലാം ഗരം ഗരം ജിലേബിയിലെ കഥാപാത്രമാണ്. ഇനി അടുത്ത കഥ എവിടെയാണ് വരുന്നത്? രാഹുലും സിനാൻ്റെയും കഥ വരുന്നുണ്ട്. രാഹുലും സിനാനും രുക്മിണി ടീച്ചറുമാണ് ഹംബി സാത്തിഹ എന്നുള്ളതിലുള്ള കഥാപാത്രങ്ങൾ. അപ്പം നമ്മൾ ഓരോ കഥയും അതിലെ കഥാപാത്രങ്ങളെയും ഓർത്തു വെക്കണം. ഓക്കെ. ഇനി അടുത്തത് നോക്കാം. അടുത്തത് തും മുജെ ഹൂൻ ദോ മേ തുമേ ആസാദി ദൂങ്ക. ഈ കിസ്കാ നൂരാ ഹെ. ഇത് ആരാണ് പറഞ്ഞത്? അറിയാം, സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഭഗത് സിംഗിന് പാൻസി കി സസ, തൂക്കിക്കൊല്ലാനുള്ള ശിക്ഷ കിട്ടിയ ആളാണ് ആര്? ഭഗത് സിംഗ്. ഇനി നെഹ്റുവിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, വസീറെ അസമാണ്, വസീറെ താലീമാണ് അബുൽ കലാം ആസാദ്. അതുപോലെ തന്നെ ഉറുദുവിലെ ഒരു അദേബാണ് എന്നൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും നമ്മൾ ഡീറ്റെയിൽസ് നോക്കി വെക്കണം. ഇനി അടുത്ത് നോക്കൂ. ജാൻസി റാണി കാ അസൽ നാം ക്യാ ഹെ? പുത്ലിബായി, മണികർണിക, രാജാലക്ഷ്മി, ബായി ലക്ഷ്മി. ആരാണ്? മണികർണിക എന്നാണ് യഥാർത്ഥ. ഇനി അടുത്തത് നോക്കാം. കൗമി ജെൻഡയ്ക്ക് ബേച്ച് മേ കോൺ സാ രംഗ് ഹെ. കൗമി ജെൻഡയുടെ നടുവിലുള്ള നിറം ഏത്? സഫ്രാനി, ഹര, നീല, സഫേദ്. സഫേദാണ്, നമുക്കറിയാം. സഫേദ് വെള്ളയാണ് അല്ലേ. ഇനി അടുത്തത് നോക്കൂ. മഹാത്മാഗാന്ധി കി യൗമേ വഫാത്ത് കബ് ഹെ? മഹാത്മാഗാന്ധിയുടെ യൗമേ വഫാത്ത് എപ്പോഴാണ്? ജനുവരി 31, ജനുവരി 30, ഓഗസ്റ്റ് 30, ഒക്ടോബർ 2. നമുക്കറിയാം ജനുവരി 30-നാണ്. അന്നത്തെ ദിവസമാണ് യൗമേ ഷഹാദത്ത് അഥവാ രക്തസാക്ഷി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്, യൗമേ ഷഹാദത്ത്. ഇനിയിപ്പോൾ ഒക്ടോബർ 2-നാണ് ഗാന്ധിയുടെ ജന്മദിനം. ഗാന്ധിജിയുടെ ജന്മദിനം ഒക്ടോബർ 2-നാണ്. അതും നമ്മൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തത് നോക്കാം. അടുത്തത് നീച്ചേക്ക് ജുംലെ ഓർ സേ പഠിയെ ഓർ സഹീഹ് ബയാൻ ചുൻകർ ലിഖിയെ. ഹാത്തി കേരള കെ റിയാസത്തി ജാൻവർ ഹേ. ഇതിൻ്റെ അർത്ഥം അറിയാലോ. താഴെയുള്ള ജുംല വായിച്ചിട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ്. ഹാത്തി കേരള കെ റിയാസത്തി ജാൻവർ ഹേ. ശരിയാണ് അല്ലേ. ആങ്കാ പേട് ഹിന്ദുസ്ഥാൻ കെ കൗമി പേട് ഹേ. അത് ശരിയാണോ? അല്ല, തെറ്റാണ് അല്ലേ. കേരള കെ റിയാസത്തി പൂൽ കവൽ ഹേ. അതും തെറ്റാണ്. ഹിന്ദുസ്ഥാൻ കെ കൗമി പരിന്ത മോർ ഹേ. അത് ശരിയാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ആനയാണ് കേരളത്തിലെ റിയാസത്തി ജാൻവർ. ശരിയാണല്ലോ. ആംകാ പേട് അഥവാ മാവ് ആണ് നമ്മുടെ ഇന്ത്യയുടെ കൗമി പേട്. തെറ്റല്ലേ. പീപ്പൽ കാ പേടാണ് വരിക അല്ലേ. കേരള കാ റിയാസത്തി പൂൽ ഏതാണ്?
അമൽതാസ് ആണ്, കവലല്ല. കവൽ വരുന്നത് ഹിന്ദുസ്ഥാൻ്റെയാണ്. ഇനി ഹിന്ദുസ്ഥാൻ കെ കൗമി പരിന്ത മോറാണ്. അപ്പോൾ എയും ഡിയുമാണ് ശരി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഓരോ ഓപ്ഷനും കൃത്യമായി വായിക്കുക, എന്നിട്ട് മാത്രം നമ്മൾ മാർക്ക് ചെയ്യുക ഉത്തരം. ഓക്കെ. ഇനി അടുത്തത് ജുംലെ ഓർ സെ പഠിയെ ഓർ സഹീഹ് ബയാൻ ചുൻകർ ലിഖിയെ. ജുംലകൾ നന്നായി വായിക്കുക, എന്നിട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ഭഗത് സിംഗ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കെ സ്വദർത്തെ. ഭഗത് സിംഗ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്വദറായിരുന്നു, അധ്യക്ഷനായിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് ബംഗാൾ മേ പൈദാ ഹുയെ. സുഭാഷ് ചന്ദ്രബോസ് ബംഗാളിലാണ് ജനിച്ചത്. അടുത്തത് അബുൽ കലാം ആസാദ് ഏക്ക് ഉറുദു ഷാഇർ ഹെ. അബുൽ കലാം ആസാദ് ഒരു ഉറുദു കവിയായിരുന്നു. ഗാന്ധിജി കെ യൗമെ വഫാത്ത് ജനുവരി 30-നായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഇതിൽ ഏതൊക്കെയാണ് ശരി. ഇത് ശരിയാണ് അല്ലേ, യൗമെ വഫാത്ത് അറിയാം. അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചതും ഇവിടെയാണ്. ഭഗത് സിംഗ് അല്ല, പകരം സുഭാഷ് ചന്ദ്രബോസാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്വദർ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അബുൽ കലാം ആസാദ് ഉറുദുവിലെ ഷാഇർ അല്ല, ഒരു അദീബായിരുന്നു, ഒരു ഉറുദു അദീബ്, സാഹിത്യകാരനായിരുന്നു. അതും നമ്മൾ ഓർത്തു വയ്ക്കുക. അപ്പോൾ ബിയും ഡിയും വരുന്നത് ഇതാണ് ശരിയായ ഉത്തരം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് ലഹരാ രഹി നെഹരെ ബൽക്കാ രഹി രഹി നെഹരെ ബാओ में शान आई खेतों में जान आई. ये ഇഷ്ആർ കിസ്കാ ഹെ. ആരുടേതാണ്? ഹാലി, ഇക്ബാൽ, ജഫർ ഗോരഖ്പുരി, ഓലിബ്. നമുക്കറിയാം ഹാലിയുടേതാണ് അല്ലേ. കേത്തോ മേ ജാൻ ആയി എന്നുള്ള കവിതയിലാണ് ഇത്. ഇനി ഇക്ബാലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും അത്? സാരേ ജഹാൻ സെ അച്ഛയായിരിക്കും. ജഫർ ഗോരഖ്പുരിയുടെ ആണെന്നുണ്ടെങ്കിലോ ബഡേ സീദേ സാദേ ഹമാരേ പഡോസി അല്ലേ. ഹുദാ സബ്കോ ദേ ഐസെ പ്യാരേ പഡോസി, അതായിരിക്കും സഫർ ഗോരഖ്പുരിയുടേതാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കുക ഓരോ കവിതയും അതിൻ്റെ എഴുത്തുകാരും അതിലെ വരികളും ഒക്കെ ഓർത്ത് വെക്കുക. ഇനി അടുത്ത ചോദ്യം ഇതാണ്. ഇൻമേ ബാരിഷ് കെ മൗസം മേ ക്യാ ക്യാ ഹോത്തേ ഹെ. മഴക്കാലത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവാറുള്ളത്? സ്വഹീഹ് ബയാൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുൻവേങ് കാ പാനി ബഡ് രഹാ ഹെ. കിണറിലെ വെള്ളം ഓടുന്നു. അതുപോലെ തന്നെ പാനി കി കമി ഹോ രഹി ഹെ. വെള്ളത്തിൻ്റെ കുറവുണ്ടാകുന്നു. സാരി കേത്ത് സൂക്ക് രഹേ ഹെ. മുഴുവൻ വയലുകളും വറ്റിപ്പോകുന്നു. പാനി ജോർ സെ ബറസ് രഹാ ഹെ. നമുക്കറിയാം ശക്തിയായി വെള്ളം ഒഴുകുന്നതും അതുപോലെ തന്നെ അല്ലെങ്കിൽ മഴ പെയ്യുന്നതും അതുപോലെ തന്നെ കിണറുകളിലെ വെള്ളമൊക്കെ പൊങ്ങുന്നതുമാണ് യഥാർത്ഥ ഓപ്ഷൻ, അഥവാ എയും ഡിയും. ബാക്കി പാനി കി കമി, സാരേ കേത്ത്, സൂക്കിന, ഇതൊക്കെ ഗർമിക മൗസത്തിൻ്റെ പ്രത്യേകതകളാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ എന്തിനാണ് ആൻസർ ചെയ്തത്? നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള ആ ഒരു മോഡൽ മനസ്സിലാക്കാനും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നൊക്കെ ഒരു ഐഡിയ കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് ഉപയോഗിക്കുക. പിന്നെ ഒരു കാര്യം പറയട്ടെ, എല്ലാ ലിങ്കുകളിലും പോയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും നോക്കാനും, ഇതിൻ്റെ മാത്രമല്ല കേട്ടോ, ഇത് പഠിക്കൂ അത് പഠിക്കൂ എന്ന് പറയുമ്പോൾ അതെല്ലാം പോയി നോക്കി നിന്ന് നമ്മുടെ വിലപ്പെട്ട സമയം പാഴാക്കാതെ പഠിക്കുന്നത് നമ്മൾ വൃത്തിയായിട്ട് പഠിക്കുക. ഈ ദിവസം അല്ലെങ്കിൽ ഇന്ന് നമ്മൾ എന്തിനാണ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി നമ്മളെ തന്നെ ഒന്ന് ആത്മവിശ്വാസം കൊടുത്ത് നാളേക്ക് നമ്മളെ ജയിപ്പിക്കാനായിട്ട് പാകപ്പെടുത്തുക, നന്നായിട്ട് ആൻസർ ചെയ്യുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. വെറുതെ എല്ലാ വീഡിയോസിലും പോയി നോക്കിയിരിക്കാതെ ഉള്ളത് വൃത്തിയായി പഠിക്കുക, അതിൽ നിന്നുള്ള കാര്യങ്ങൾ വൃത്തിയായി മനസ്സിലാക്കി നാളത്തെ പരീക്ഷയ്ക്ക് നന്നായിട്ട് ആൻസർ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഹുദാ ഹാഫിസ്.